കൊല്ലത്ത് നിന്നും രാവിലെയുള്ള നേത്രാവതി എക്സ്പ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗോവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ട്രെയിനിൽ കയറി കഴിഞ്ഞതും മോള് നല്ല ആക്റ്റീവായി. ചുറ്റും ഇരുന്നവരുമായിട്ടൊക്കെ അവൾ പെട്ടെന്നാണ് കമ്പനി ആയത്. അടുത്ത സീറ്റിലുണ്ടായിരുന്നൊരു ഫാമിലിയാണ്. അവിടുത്തെ ഏറ്റവും കൊച്ചു മോളോട്ട് അവൾ പെട്ടെന്ന് കമ്പനിയായി. അവളങ്ങനെ അടങ്ങി കിടക്കുന്നൊന്നുമല്ല, അതിനെ ഇഷ്ടമായതുകൊണ്ട് മാത്രം അവിടെ ചെന്ന് അനങ്ങാതെ കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നോർത്ത് ഗോവയിലെ തിവിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചിറങ്ങി പുറത്തേക്ക് നടന്നപ്പോൾ തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ പോകാമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഓട്ടോ ചാർജ് നല്ല ഡബിളായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നല്ലോണം പറ്റിക്കും, കാരണം പുറത്തുനിന്ന് വരുന്നവരെ. അങ്ങനെ ആ ഹോട്ടലിൽ തിരക്കിയപ്പോഴാണ് അടുത്ത് തന്നെ റെൻ്റൽ സ്കൂട്ടർ കിട്ടുമെന്ന് അറിഞ്ഞത്. പിന്നെ മലയാളി പയ്യന്മാർ പറഞ്ഞ് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടേ നമ്മൾ സ്കൂട്ടർ റെൻ്റ് എടുക്കാവുള്ളൂ. എന്തെങ്കിലും ഒരു പോറലും കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ളത് തന്നെ നമ്മുടെ വീഡിയോയിൽ ക്ലിയർ അല്ലെങ്കിൽ പോലും അവർ അത് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങും. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നല്ല ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ 2 ദിവസത്തേക്ക് സ്കൂട്ടർ റെൻറ്റിനെടുത്തത്. അങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് നേരെ റൂമിലേക്കാണ് പോയത്. നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ തന്നെ. അമ്മയ്ക്ക് ചെറിയ യാത്രാക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു സ്റ്റേ കേട്ടോ. റൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ കാണിക്കുന്നു. അവിടെ പെയിൻറ്റഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു 2nd ഫ്ലോറിൽ. പിന്നെ ഞാൻ ഓപ്പോസിറ്റായിട്ടൊരു നല്ല മല പോലൊക്കെ ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. നമ്മുടെ മാർച്ച് ഏപ്രിലൊക്കെ ചുട്ടുപൊള്ളുന്ന വെയിലില്ലേ, അതേപോലത്തെ വെയിലായിരുന്നു ഇപ്പോൾ ഗോവയിൽ. ഞങ്ങൾ മാത്രം പോയൊരു ട്രിപ്പായിരുന്നു. റൂമിൽ കൊണ്ട് ബാഗ് വെച്ചിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോയേനെ. പക്ഷേ കുഞ്ഞിനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ല. കാരണം നല്ല വെയിൽ, കുഞ്ഞിനെ അങ്ങനെ ഇത്രയും ക്ഷീണിച്ച് വന്നുകൊണ്ട് പുറത്തിറക്കാനും തോന്നിയില്ല. അങ്ങനെ ഈവനിങ് വരെ വെയിറ്റ് ചെയ്തു. അവളെ നല്ല മൂണം കിടത്തി ഉറക്കി. അവളുടെ ക്ഷീണമൊക്കെ കുറേ മാറിയതിന് ശേഷം വൈകിട്ടാണ് ഞങ്ങളൊരു സ്പോട്ടിലേക്ക് പോയത്. ഒരു 3-4 സ്പോട്ടൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് അവളെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അന്ന് ഒറ്റ സ്പോട്ടിലാണ് ഈവനിങ് ആ വെയിൽ താഴ്ന്നു വരെ കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റി. എന്നിട്ട് തന്നെ 5 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് തന്നെ വെയിൽ നല്ല പോലെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഫുള്ള് ട്രെയിനിലിരുന്ന് വന്നതല്ലേ, അപ്പം ഞാൻ കരുതി അവൾ നല്ലോണം റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് പോകാം, എന്നല്ലേ അവൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നേരെ പോയത് അഞ്ജുന ബീച്ചിലേക്കായിരുന്നു. ഒരുപാട് ക്രൗഡഡ് വേണ്ട, അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലായിരുന്നു ഈ ബീച്ച് സെലക്ട് ചെയ്തത്. എങ്കിലും അത്യാവശ്യം നല്ല തിരക്കുള്ള ബീച്ചായിരുന്നു. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലൈറ്റ് സെറ്റിങ്ങും ആ പാട്ടും എല്ലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ബീച്ചിൽ പിന്നെ സമയം പോകുന്നത് അറിയത്തില്ലല്ലോ, പെട്ടെന്നായിരുന്നു സമയം പോയിക്കൊണ്ടേയിരുന്നത്. പിന്നെ ഐമിക്കയ്ക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ ലൈറ്റ് കത്തുന്നൊരു ബോ വാങ്ങിക്കൊടുത്തു. അതുകൂടെ ആയി കഴിഞ്ഞപ്പോഴത്തെ ആൾ ഫുൾ ആക്റ്റീവായി, ഡാൻസൊക്കെ തുടങ്ങി. ബോ കിട്ടിയതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. ഗോവയിലെ നൈറ്റ് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. ഓരോ കഫേസിനും ഓരോരോ ലുക്കായിരുന്നു. ഓരോന്നിനും ഫോട്ടോ സ്പോട്ടിന് വേണ്ടി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണാതിരിക്കില്ല. കുറേ മണിക്കൂറുകൾ ആ ബീച്ച് തന്നെ സ്പെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഫയർ ഡാൻസ് കണ്ടതിന് ശേഷമാണ് തിരിച്ചു വന്നത്. അങ്ങനെ ഈ ഫയർ ഡാൻസ് കണ്ടിട്ട് തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത്
ഒന്ന് രണ്ട് മലയാളീസ് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായിട്ടായിരിക്കും ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. ഫോട്ടോസൊക്കെ എടുത്ത് തന്ന ശേഷം പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. അങ്ങനെ പോകുന്ന സമയത്ത് അവർ ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തിരികെ പോന്നു. അവർ ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു. നമ്മൾ ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പം കാണുന്ന കഫേയുടെ ഫ്രണ്ടിലുള്ള കുറേ കോഡ്സാണ് കേട്ടോ. തിരിച്ച് വരുന്ന വഴി അതൊക്കെ വായിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ വായിക്കാനും. കുറേ തോട്ട്ഫുള്ളാണ്. പിന്നെ കുറേ രാത്രിയായി. അപ്പോൾ ഇനി തിരിച്ച് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം. അങ്ങനെ പോകുന്ന വഴി തന്നെ ഞങ്ങൾക്കൊരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടു. അവർ പരിചയപ്പെട്ടു. അവർ പാലക്കാട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അവിടെ പിന്നെ സ്കോട്ട്ലൻഡിൽ നിന്ന് 2 ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പൊറോട്ട അടിക്കുന്നതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. അവരൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഷെഫ് അശ്വതി അതെല്ലാം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇങ്ങനെ ഇരുന്നു ഓരോ പ്രോസസ്സൊക്കെ. So gut. നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഗേൾസ് ആരും ചെയ്യുന്നത്. ആ നല്ലതാ. Crazy. To capture the air, you do this process. Okay. Okay. വരുന്നടാ. And what is the? So something to add egg, milk, No oil, no nothing. while mixing there's no oil. Yeah. When I was ready, I added more. Yeah. അങ്ങനെ ദോശയൊക്കെ കഴിച്ചു. ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ ബാക്കി വീഡിയോസ് ഇടുന്ന സൗത്തിലെ ആയിരിക്കും. നോർത്തിൽ ഇനി കൂടുതലുള്ള ക്രൗഡഡ് ബീച്ചസ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ സൗത്തിലേക്ക് പോവുകയാണ്. അപ്പം പുതിയ വീഡിയോസായി വീണ്ടും വരും. അതുവരേക്കും ബായ്.